ഇറങ്ങിയോ? ആ സണ്ണിച്ചാൻ എവിടെ? താൻ ആദ്യം ജോണി കൂടെ ഉണ്ടോന്ന് പറ. നടക്കുന്ന ജോണിയാണോ? കറുത്ത ജോണിയുണ്ട്, നീല ജോണിയുണ്ട്. അപ്പൊ ആടിക്കളിക്കുന്ന ജോണി ഇല്ലേ? അത് സണ്ണിച്ചാനല്ലേ, പിന്നെ വേറെ ആടിക്കളിക്കുന്ന ജോണി എന്തിനാ? ഇത് എവിടെയാ? ഞാൻ കണ്ടു. പൊളിയല്ലേ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സണ്ണിച്ചാൻ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഫ്രീ ഉണ്ടോ? എനിക്ക് നാളെ ബാംഗ്ലൂർ ആയിരുന്നു പോകാൻ. നാളെ ഇത്രയും കൊല്ലമെത്തി ഇന്നിവിടെ വന്ന് നാളെ ക്രിസ്മസ് ആയിട്ട് ബാംഗ്ലൂർ പോകാൻ നടന്നത്. എന്താ ഈ കുടുംബ സംഗമം? നത്തോലി മുതൽ രാജവമ്പാല വരെ എത്തിയിട്ടുണ്ട്. 30 കൊല്ലമായിട്ട് തിരിഞ്ഞു നോക്കാത്ത ബേബി കുഞ്ഞമ്മയുടെ കുടുംബം വരെ ഉണ്ട്. ഒറ്റപ്പാലം. എവിടെയാ? തനിക്ക് കൊളസ്ട്രോൾ എത്രയുണ്ട്? ബ്ലഡിലാണോ? ബ്ലഡിൽ തന്നെ. ആൽക്കഹോളിനേക്കാളും കുറവായിരിക്കും. ഹാർട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലെന്നാണ് പൊതുവിന്റെ അഭിപ്രായം. എന്താ അച്ചായമല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങും? അതൊന്നുമല്ല. ഈ ആകസ്മികമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഹാർട്ട് അറ്റാക്ക് ആണല്ലോ അതിന്റെ ഒരു രീതി. എന്താണ് ആ പാവം ദീപം ഇട്ടിട്ട് വേറെ ഏതെങ്കിലും 18 പേരെ കല്യാണം കഴിക്കാനുള്ള പരിപാടി ഉണ്ടോ? അയ്യോ, ഇതുപോലെ സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കല്ലേ. After a long time, back to Tharagan's villa. അച്ചായോ? നീയാ ജോർജിയല്ലേടാ? അച്ചായനൊരു മാറ്റവും ഇല്ല. നിനക്കൊക്കെ പ്രായമായി. ഈ കാപ്പിരിനെ മനസ്സിലായോ? ടിങ്കു. എടാ ജോർജി, നീ ഇതാരും കാണാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചു. സൈമൺ കൊച്ചാപ്പൻ എങ്ങനെ കണ്ടാ പിന്നെ ഇതിന്റെ അടപ്പ് പോലും ബാക്കി കിട്ടുകയല്ല. രണ്ടുപേർക്കും കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ പൊട്ടിച്ചോരോന്ന് അടിച്ചു. പിന്നെ ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കരുത്. എനിക്കും സണ്ണിച്ചായനൊന്നും വെള്ളം ഒഴിച്ച് കുടിക്കുന്നതേ ഇഷ്ടമല്ല. ഞങ്ങളായിട്ട് ഓപ്പൺ ചെയ്തില്ലേ, നിങ്ങളൊന്നിട്ട് ചെയ്താൽ മതി. ആയിക്കോട്ടെ. പിള്ളേരാന്നൊന്നും കരുതണ്ട, അന്യായ അടിയാ. ഈ വീടും ആളുകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. എല്ലാം മാറിയിടോ, എല്ലാവരും മാറി. ഒരു മാറ്റവും ഇല്ലാത്തത് തനിക്കാ. ഈശോയെ, ഇവനെ നീ ഇങ്ങോട്ട് എത്തിച്ചോ? എന്തിനുള്ള പുറപ്പാടാ? നീ ഇനി വന്നിട്ട് എന്താണ് കാര്യം? ബാറൊക്കെ പൂട്ടിപ്പോയില്ലേ? ബാറൊക്കെ ബീറായില്ലേ? ഇനിയിപ്പൊ അതൊന്നും തുറന്നില്ലെങ്കിലും സാരില്ല. നീ ഇങ്ങോട്ട് എത്തിയല്ലോ. എങ്ങട്ടാ ഇതുമായിട്ട്? നമ്മുടെ പഴയ സ്ഥലം തന്നെ, ഓപ്പൺ എയർ. നീ വേഗമാ, എന്നെ കണ്ട എല്ലാരും ഒന്നും ഞെട്ടണം. പെട്ടെന്ന് പെട്ടെന്ന്. വല്യമ്മച്ചേ, നീ വന്നോ? പിന്നെ വല്യമ്മച്ചെ കാണാൻ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? സോപ്പിനൊന്നും എപ്പോഴും ഒരു കുറവുമില്ല. എന്ത് പറയുന്നു എലിസബത്ത് രാജ്ഞി? നീ കൊട്ടാരത്തിലോട്ടൊക്കെ എപ്പോഴും പോകാറുണ്ടോ? ഓ, ഞാനിപ്പോ കൊട്ടാരത്തിലേക്കൊന്നും പോകാറില്ല. അവർക്ക് ആവശ്യമുണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് കാണും. അങ്ങനെയൊന്നോ? ഇവിടെ ഉണ്ടായിരുന്നു മിസ് കുന്നങ്ങളെ എവിടെയാണെന്ന് അന്വേഷിക്കായിരുന്നു ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എങ്ങോട്ട് പോവാനാ? പിന്നെ എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷമൊക്കെ? അയ്യോ, അപ്പൊ കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായോ? ഇവിടെ ആഘോഷം എന്ന് വെച്ചാൽ എന്നതാ? ആണുങ്ങൾക്ക് വെള്ളടി, പെണ്ണുങ്ങൾക്ക് അടുക്കള. നിനക്കിപ്പോ എന്നതാ പ്രശ്നം? ആണുങ്ങൾ വെള്ളം അടിക്കുന്നതാണോ? എന്നാ നീ കൂടെ വന്നിട്ടുണ്ടോ അടിച്ചോ? അയ്യോ വേണ്ടായേ, നിങ്ങൾ അടുക്കളയിൽ വന്നൊന്ന് സഹായിക്കൂ. കംപ്ലീറ്റ് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈ തറവാട് ഭാഗം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു നൊസ്റ്റാൾജിയ. എല്ലാവരും കൂടെ ചേർന്ന് ഈ തറവാട്ടിലെ അവസാനത്തെ ഒരു ക്രിസ്മസ്. അങ്ങനെ അവസാനം നോക്കണ്ട, ദേ ഇരിക്കുന്നുണ്ടില്ലേ? വാ, മുറിയിലേക്ക് പോ. സാധനങ്ങളെല്ലാം പഴയപോലെ തന്നെയുണ്ട്. ബാഗ് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആയിക്കളെ. ഓക്കെ. അയ്യോ അമ്മച്ചി, ഇവിടെ FB യിലുണ്ടോ?
സംഭവിച്ചില്ലല്ലോ. ശരിക്കും ഞെട്ടി. എലേനയുടെ നല്ല ചായ ഇല്ലേ? ആരായത്? ഇതാണ് മരിച്ചുപോയ ബേബി കുഞ്ഞമ്മയുടെ മോള്. വാ, ഞാൻ പരിചയപ്പെടുത്താം. വാ. റോഷ്നി, ഇത് പ്രകാശ്. ഹായ്. ഹായ്. റോഷ്നി TCSലാണ്, മുമ്പ് ലണ്ടനിലായിരുന്നു. ഏത് പ്രോജക്റ്റ്? ഹ്യൂമൻ റെസ്ക്യൂ ഓപ്പറേഷൻ. ഈ അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കല. പ്രകാശ് എന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റാലിറ്റി സർവീസ്. നാട് കാണാൻ വരുന്നവരെ നാട് കാണിക്കുക. വിജയ ആ. ഒന്നിങ്ങ് വന്നേ. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാം. വാ. എല്ലാം അറിഞ്ഞിരുന്നില്ലേ? ഇല്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാനും അറിഞ്ഞത്. പക്ഷെ എനിക്ക് അത്ഭുതം ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വസിച്ചത് എന്തായിരുന്നു അത് തന്നെയായിരുന്നു ശരി. എന്ത്? എൻ്റെ ജീവിതത്തിൽ നടന്നതിനെല്ലാം ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണങ്ങൾ കണ്ടെത്തി ഇല്ലാത്ത പലതും ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ടെന്താ, ഒടുവിൽ കുറെ ദുഃഖിക്കാം, അത്ര തന്നെ. എല്ലാ ദുഃഖങ്ങളും ഒഴിവാക്കാനായിരുന്നു അന്ന് ആ ട്രെയിനിന് മുന്നിൽ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. പലപ്പോഴും ഒരുപാട് ദുഃഖിക്കുന്നു എന്നതിൽ സന്തോഷിച്ചിരുന്ന ആളാണ് ഞാൻ. കാരണം ആ ദുഃഖത്തിലാണ് എലീന എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. പേടിച്ചോ സങ്കടപ്പെട്ടോ അല്ല, അറിയാനുള്ള ഒരു രസം. അപ്പോഴാണ് തൻ്റെ വരവ്. അതെ, ഒരു മിറക്കിൾ പോലെ. റോഷ്നി, നമുക്കിതോടെ അവസാനിപ്പിക്കാം. താനെന്ന് പറഞ്ഞതായിരുന്നു ശരി. നമ്മള് വീണ്ടും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു. അതെ, നിങ്ങൾക്ക് എന്തു ആവാം. പിരിഞ്ഞു പോയവരെ കണ്ടുമുട്ടാം, കണ്ടുമുട്ടിയവരെ വഴിയിൽ ഇറക്കി വിടാം. അത് കഴിഞ്ഞ് വീണ്ടും മാപ്പ് പറയാം. എന്നിട്ട് ഒരു 100 ന്യായങ്ങൾ പറഞ്ഞൊഴിവാക്കാം. പക്ഷേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു. And that's a fact. അതൊരിക്കലും നടക്കില്ല. അതെ, ഞാനെന്നും ഒരു നിഴലായിരുന്നല്ലോ. എലീനയുടെ നിഴൽ. ബുദ്ധിയും ബോധവും മനസ്സും ജീവനും ഒന്നുമില്ലാത്ത ഒരു നിഴൽ. ഞാൻ തേടിയത് എലീനയെ മാത്രമാണ്. നിന്നെ കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ എലീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അലഞ്ഞു എലീനയെ തേടി ഈ ലോകം മുഴുവൻ. ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് പോലും ആ തേടലിന്റെ ബാക്കിയാണ്. നിങ്ങൾ തേടി വന്നത് എലീനയാണെങ്കിൽ എലീന നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്താണ്? ആരെയാണ്? എന്താണ് എലീന നിങ്ങൾക്ക് തന്ന ഉത്തരം?